അവൾക്ക് ജോലിക്ക് പോണതിന്റെ അഹങ്കാരമാണ്. ഇവള് പറയണതും കേട്ടിട്ട് ഞാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ് അവളുടെ വിചാരം. എനിക്ക് മഴ മാത്രമൊന്നുമല്ല, എനിക്കൊരു മകളും കൂടിയുണ്ട്. ഞാനിനി മകളുടെ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ, ഇനി ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ഉമ്മാനെ പോലെയുണ്ടല്ലോ. അല്ലോ ഉമ്മ തന്നെ. നോക്കിന്ന്, ദാ എന്റെ ഉമ്മ വരുന്നുണ്ട്. നിന്റെ ഉമ്മയാ? എന്തിനെ? അറിയില്ല. ഓ, എന്റെ മനസമാധാനം ഒക്കെ പോയി. മര്യാദയ്ക്ക് നിന്റെ ഉമ്മാനെ വൈകുന്നേരം ആകുമ്പത്തിന് പറഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനവും കിട്ടൂല. അതൊക്കെ ഞാൻ പറഞ്ഞുവിടാ. റസിയ മോളെ, മോളെ റസിയ. ഇതാരും ഉമ്മയാ, വരീമ്മ. ഞാനിപ്പോ വിചാരിച്ചായിരുന്നു നിങ്ങളെ കണ്ടിട്ട് കുറെ ആയല്ലോ എന്ന്. നിങ്ങൾ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരുമല്ലോ. ഇനിയിപ്പോ നിങ്ങളും കൂടി അങ്ങോട്ട് വരാത്ത കേടുണ്ടായിരുന്നുള്ളൂ. അവനുണ്ടല്ലോ നിന്റെ ആങ്ങള, ഒരു പെൺകോന്തൻ. അവനെ ജീവിക്കുന്നത് അവളുടെ ചെലവിലാണ്. പിന്നെ നമുക്ക് എന്ത് വിലയാണ് അവിടെ ഉണ്ടാകുക? നന്നായി നിങ്ങൾ അങ്ങോട്ട് വരാണ്ടിരുന്നത്. എന്താ ആ പെണ്ണിന്റെ ഒരു വായാണ്? ഞാൻ വെറുതെ ആ പെണ്ണിന്റെ ഉമ്മ അവിടെ ഉണ്ടല്ലോ, കുറെ ദിവസമായില്ല അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് വെറുതെ എന്റെ റൂമൊന്ന് അടിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് വന്ന് കണ്ടിട്ട് എന്താ പറച്ചലെന്നറിയോ? ഞാനത് കേട്ടിട്ട് അവിടെ നിന്നില്ല. പിന്നെ ഞാനിങ്ങോട്ട് വന്നു. എന്തിനാണ് അവളുടെ വായിലുള്ളത് കേട്ടിട്ട് ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യം? എനിക്ക് എന്റെ മകളില്ലേ? ഉമ്മ എനിക്കിട്ടുമ്മ, ഞാൻ കട്ടൻ കാപ്പി എടുക്കാം. മധുരം കുറച്ചിട്ടാ മതിട്ടാ. ഇപ്പോഴാണ് ഇത്തിരി സമാധാനമായത്. എന്തൊരു ആശ്വാസം. നന്നായി ഇങ്ങോട്ട് വന്നത്. ഇന്നമ്മ കാപ്പി കുടിക്കി. നീയേ നിന്റെ സാരിയോ മാക്സിയോ എന്തെങ്കിലും താ, ഞാനിതൊക്കെ ഒന്ന് ഊരി വെക്കട്ടെ. എന്തൊരു ചൂടടിക്കാണ്. അല്ല, പറയും പോലെ എന്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് നിങ്ങളിവിടെ വന്നിട്ട് കുറെ ആയില്ലമ്മ. പിന്നെ നിങ്ങളിവിടെ വരില്ലാന്ന് പറഞ്ഞിട്ടേ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഞാൻ ആ രമണി ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നത്, ആ ചേച്ചിക്ക് എടുത്തു കൊടുത്തു. നിങ്ങൾ മാറ്റമൊന്നും വേണ്ട, അതന്നെ ഇട്ടാൽ മതി. നിങ്ങൾ എന്തായാലും വൈകുന്നേരം തന്നെ പോകുമല്ലോ, പിന്നെന്താണ്? ഞാനിനി അങ്ങോട്ട് പോണില്ല. ഞാനിനി നിന്റെ കൂടെ തന്നെ ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി വന്നതാണ്. അവളുണ്ടല്ലോ നിന്റെ ആങ്ങളുടെ ഭാര്യ, എന്താ ഒരു വായാണ്. അവളുടെ വിചാരം അവൾ മാത്രം തന്നെ ഉള്ളൂ എന്നെ നോക്കാനെന്നാണ്. അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ലോ പോണില്ലേ? അപ്പൊ ഇക്കാന്റെ അടുത്ത് എന്താ പറയാ? ഉമ്മ അപ്പൊ പോണില്ലേ? ഇല്ലടി, ഞാനിനി അങ്ങോട്ട് പോണില്ല. ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞതാണ്. നിനക്ക് സന്തോഷമായില്ലേ? നിങ്ങൾ ചായ കുടിക്കും, ഞാനിപ്പോ വരാം. എന്ത് പറഞ്ഞു നിന്റെ ഉമ്മ? ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. വൈകുന്നേരം ഞാനിനി ഇങ്ങോട്ട് വരുന്നുള്ളൂ. നിന്റെ ഉമ്മ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. എല്ലാണ്ട് ഇരുന്നാലേ നിന്റെ ഉമ്മയും ഞാനും തമ്മിലേ ശരിയാവില്ല. നോക്കി, ഉമ്മ ഇനി പോണില്ലാന്ന് നമ്മുടെ കൂടെയാണ് ഇത്ര ഇരിക്കുന്നത്. പോണില്ലേ? അതൊന്നും ശരിയാവില്ല. എനിക്ക് ഈ വീട്ടിലെ മനസമാധാനത്തിലിരിക്കണം. മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടോ നിന്റെ ആങ്ങളുടെ വീട്ടിക്ക്. നോക്കി, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളല്ലേ പറഞ്ഞ ബിസിനസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണമെന്ന്. ഉമ്മാന്റെ കയ്യിലാണെങ്കിലേ വളയും കമ്മലും മാലയും ഒക്കെ ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 5-6 പവൻ കാണും. നമുക്കത് വാങ്ങി പണയം വെക്കാം. ഉമ്മ അവിടെ 1-2 ആഴ്ച ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഉമ്മ തന്നെ തനിയെ പോണ പോലെ കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം. അതിന് നിന്റെ ഉമ്മ സ്വർണം തരുവോ? ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാ. അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം ഉമ്മാന്റെ അടുത്ത്. പക്ഷെ നിങ്ങൾ 2-3 ദിവസമേ ഉമ്മാനെ ഒന്ന് സഹിക്കണം. മുമ്പത്തെ പോലെ ഉമ്മ ഒന്ന് പറയുമ്പോ നിങ്ങൾ 2 പറയില്ലേ, ആ സ്വഭാവം നിർത്തണം. പറ്റുമോ? ആവശ്യം എന്റെ ആയിപ്പോയില്ലേ. നീ എന്തായാലും ചോദിച്ചു നോക്ക്. കിട്ടിയാതായില്ലേ. ഞാൻ എന്തായാലും ഇപ്പൊ പോയിട്ടേ വൈകുന്നേരം വരാം. അത്രയെങ്കിലും മനസമാധാനം കിട്ടുമല്ലോ. എന്നാ ഞാൻ വാങ്ങാം. മരുമകൻ ഇവിടെ ഉണ്ടായിരുന്ന? എന്നിട്ടെന്താ അത്? ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും കണ്ടില്ല. നീ എന്താ പണിക്കും തുരത്തിനൊന്നും പോണില്ലേ? നീയും അവനെ പോലെ തേരാപ്പാരാന്ന് നടക്കാണ്. ഇക്കാര്യം കാണാൻ പോവുക. നിങ്ങൾ പോയിക്കോളെ. അവനിക്ക് ഞാൻ പറഞ്ഞത് പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഉള്ളത് മുഖത്ത് നോക്കി പറയും. അത് ആരാണെന്നൊന്നും നോക്കൂലേ. അതാണ് എന്റെ ഒരു കുഴപ്പം. പിന്നെ നിന്റെ അടുത്ത് പറയാ, നിന്റെ കെട്ടിയവനൊക്കെ തന്നെ എന്നാലും ഒരു അകലം പാലിച്ച് നിന്നാ മതി. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ തലയിൽ കയറുന്നു. പ്രത്യേകിച്ച് നിന്റെ കെട്ടിയവന്റെ വീട്ടുകാരുടെ അടുത്ത് വെറുതെ ഫ്രീഡം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി കൊണ്ടിരിക്കും. അത് എനിക്ക് പിന്നെ ഒരു തൊള്ളയായി മാറും. മനസ്സിലാകണ്ട? ആ പെണ്ണിന്റെ ഉമ്മ കണ്ടില്ലേ അവിടെ വന്ന് നിൽക്കുന്നത്? അതുപോലെ ആകും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ചരട് നിന്റെ കയ്യിൽ എപ്പോഴും വേണം. നീ പറയണ പോലെ തന്നെ അവൻ നടക്കാൻ പാടുള്ളൂ. മനസ്സിലാകണ്ട ഞാൻ പറഞ്ഞു തരുന്നത്? അതൊക്കെ അങ്ങനെ തന്നെ അമ്മ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാലേ മുമ്പത്തെ പോലെ വരുമാനമൊന്നുമില്ലേ. അപ്പൊ പിന്നെ ഇവര് പറയണത് തന്നെ നമ്മൾ കേൾക്കും വേണമല്ലോ. ഇപ്പൊ നിങ്ങളും വന്നിരിക്കണു. ഇനിയിപ്പോ നിങ്ങളും ഇവിടെ ഇരിക്കാൻ പോവല്ലേ? മൂപ്പരുടെ അടുത്താണെങ്കിൽ പൈസയും ഇല്ല. നമ്മളെന്താ കാട്ടുക? ആരെയും കണ്ടിട്ട് ഇപ്പൊ കടം വാങ്ങാൻ വേണ്ടി പോയിരിക്കണ് പൈസ. എന്താ പത്രയ്ക്ക് കഷ്ടപ്പാട് അതിന് മാത്രം? ആകെ അതേ ഉള്ളൂമ്മ, ഒന്നും പറയണ്ട കാര്യങ്ങള്. ഉമ്മ എന്തായാലും ഇവിടെ ഇരിക്കുകയല്ലമ്മ. ആ വളയും മാലയൊക്കെ ഒന്ന് തരുമോ പണയം വെക്കാന്? പെട്ടെന്ന് തന്നെ എടുത്തു തരാ.
ഐ ഇവിടെ വന്ന് പെട്ടും പോയി. ഇനിയിപ്പോൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് കൊടുക്കാണ്ടിരിക്കുക? ഇനിയിപ്പോൾ കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവളുടെ മൂഞ്ചി മോറൊക്കെ കാണേണ്ടി വരും. പിന്നെ എന്നെ നോക്കൂല, എന്നെ വെറുക്കുകയും ചെയ്യും. എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ, കൊടുക്കാം. എന്താ ആലോചിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടോളിയമ്മ, ഞാൻ പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കാൻ വന്നിരിക്കുകയാണല്ലോ. മരുമാരാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പാടും പറയണത്. ഇനിയിപ്പോൾ ആ ദേഷ്യമൊക്കെ നിങ്ങളുടെ മേലെ കാട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നിങ്ങൾ സ്വർണ്ണമൊക്കെ തരികയാണെങ്കിൽ മരുമാനിക്ക് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇഷ്ടമില്ലെങ്കിൽ വേണ്ടോളിയമ്മ, ഞാൻ പിന്നെ വേറെ ആരത്താ പറയാ? അല്ല, എപ്പോഴാ എടുത്തു തരിക? നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോണതിന്റെ മുമ്പ് തന്നെ എടുത്തു തരാ. അവന്റെ അടുത്തേക്കാ? എന്റെ പട്ടി പോകും. ഇനി ഞാൻ ആ മുറ്റത്ത് കാലുകുത്തില്ല. എന്നാ പിടിക്ക്. ആവോ എൻ്റെ നടുവ്. ഈ പെണ്ണ് ഇവിടെ തിരുമ്പലും തുടക്കലൊന്നും ഇല്ലേ? എല്ലാ പണിയും ഇപ്പം ഞാനാണല്ലോ ചെയ്യുന്നത്. എന്താ അമ്മ, തിരുമ്പി കഴിഞ്ഞില്ലേ? അത് വേഗം തിരുമ്പിയിട്ടേ അവിടെ ചീര വാങ്ങി വെച്ചിട്ടുണ്ട്, അത് മുറിച്ച് ഉപ്പേരി വെക്കി. ഇവിടെ ഇതിപ്പോൾ തീരുമ്പോൾ വേറെ വേറെ പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനാണിപ്പോൾ ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് പണി ചെയ്ത് മതിയായി. എന്താ ഒരു കഷ്ടത്തിന് പറയട്ടെ. അല്ലടി റസിയ, ഇവിടെ മുമ്പ് പണിക്ക് വന്നുകൊണ്ടിരുന്ന പെണ്ണെ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. എന്താണ്? ആ പണിനൊക്കെ എന്താ കൂലിയമ്മ? മാസം ആവുമ്പത്തിന് 18,000 രൂപ കൊടുക്കണം. ഇവിടെ ഇപ്പൊ അത്രയ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ നമുക്ക് 2 പേർക്കും ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. നിങ്ങളുണ്ട് ഞാനുണ്ട്, പിന്നെന്താണ്? അപ്പൊ ഞാൻ ആ പണിന് വരണ്ട പറഞ്ഞു. അതിന് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എല്ലാം എന്നെ കൊണ്ടല്ലേ ചെയ്യിക്കണത്. എന്താ അങ്ങനെ? ആര് ചെയ്ത എന്താണ്? ഇത് നമ്മുടെ വീടല്ലേ. അമ്മ, ആ കമ്മലും കൂടി ഒന്ന് തരുമമ്മ. ഇക്ക ഇന്നലെ പറയണ്ടായിരുന്നു ബിസിനസിനെ കുറച്ചും കൂടി പൈസ ആവശ്യമുണ്ടെന്നൊക്കെ. അപ്പൊ ആ കമ്മലും കൂടി ഒന്ന് തരികയാണെങ്കിൽ. എന്ത് കമ്മലാ? വള പോയി, മാല പോയി, ഇപ്പം കമ്മലും വേണത്രേ. ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചിലപ്പോൾ ഇവള് പറഞ്ഞു വിട്ടാലും പറഞ്ഞു വിടും. എൻ്റെ അല്ലേ മകള്, കൊടുക്കുക. നിൽക്കണ്ട ഇനിയിപ്പോൾ. അല്ലാണ്ട് നാണവും മാനവും കൊണ്ടിട്ട് എങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ചു കയറി പോവുക? അല്ല എൻ്റെ ഗതികേട്. ഇതിന് 2 പവനെങ്കിലും ഉണ്ടാവില്ലമ്മ, രണ്ടിനും കൂടിയിട്ട്. എന്തായാലും 2 ലക്ഷത്തിന്റെ അടുത്ത് കിട്ടും. ഇക്കാക്ക് നല്ല സന്തോഷാവും. ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. എനിക്ക് ഏത് നേരത്ത് തോന്നിയതാണോ ഇങ്ങോട്ട് വരാന്. മുണ്ടാണ്ട് ആടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ആ പെണ്ണാണെങ്കിൽ ജോലിക്ക് പോകുമ്പോ എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ട് പോകും. എനിക്കാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട. ഇതാ ഇപ്പൊ ഇവിടെ വന്നപ്പോ എല്ലാ പണികളും ചെയ്യണം. ഉള്ള സ്വർണവും പോയി. ഇനിയിപ്പോ എടുത്തു തരുമോ എന്തോ? ഇനിയിപ്പോ എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞാലോ? എവിടെ പോകും? മുണ്ടാണ്ട് അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. കഷ്ടകാലത്തിനാണ് ഇങ്ങോട്ട് വന്ന് പെട്ടത്. എന്റെ അമ്മോ, ഇടുപ്പൊക്കെ പോയി. അമ്മ, ഇതാ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. കടയിൽ പോയിട്ട് ഇത് വാങ്ങിട്ട് വരും. ഞാനാ? എനിക്ക് വയ്യടി അമ്മോ, ഞാനിവിടെ ഇരിക്കട്ടെ. ഈ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് എനിക്ക് വയ്യാണ്ടായി. നീ വേണമെങ്കിൽ പോയിട്ട് വാങ്ങിട്ട് വാ. ഇതൊക്കെ വാങ്ങിട്ട് വന്നാൽ തന്നെ വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വല്ലതും തിന്നണമെന്നുണ്ടെങ്കിലേ പോയി വാങ്ങിട്ട് വരും. എന്താമത്? എന്ത് കോലമാണ് നിങ്ങളുടെ മകള്? നിങ്ങളെ നോക്കണില്ലേ? ഇതെന്താ സെഞ്ചിയൊക്കെ ആയിട്ട്? ഞാനേ കടയ്ക്ക് വന്നതാണ് സാധനങ്ങൾ വാങ്ങാനേ. അവള് വിട്ടാക്കിയതാണ്. ശരി, വരി, നമ്മുടെ വീട്ടിൽ പോവാ. ഇങ്ങോട്ട് കയറി വരീമ. ഇക്ക, ഇതാരാ വന്നിരിക്കണ നോക്കി. ഇതെന്ത് കോലമാണ്? സുവാസത്തിന് പോയിട്ട് വരികയായിരിക്കില്ലേ? നല്ല കോലമുണ്ട് കാണാൻ. അല്ല, കൈത്തെ വളയും കമ്മലൊക്കെ അവിടെ ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലേ അവള്? ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അത്ര തന്നെ. ഷഹാന, ഉമ്മക്ക് വല്ലതും കഴിക്കാൻ കൊടുക്ക്. ഉമ്മ ടൂറൊക്കെ കഴിഞ്ഞിട്ടേ ക്ഷീണിച്ചിട്ട് വരികയല്ലേ. അതിങ്ങോട്ട് തരി,
ഞാൻ ചെറിയ തരാം. അല്ല വേണ്ട, ഞാൻ തന്നെ ചെറിയിക്കോളാം. അല്ല ഇങ്ങോട്ട് തരും, ഞാനും സഹായിക്കാം എന്തെങ്കിലും. എന്നാ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാം.